I'm high when she see the motion. Yeah, yeah. No one does it better. Body curving, how she swerving like a drug. Yeah, we can have a party in the favela. Body curving, how she swerving like a drug. Yeah, we can have a party in the da 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 സമയമായില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു അരമണിക്കൂറൂടെ കിടന്നതാണ്. 6:30 കറക്റ്റ്. ഇന്നേ ദിവസം ബൾക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അതെങ്ങനെ ശരിയാവും? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് ബൾക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 3ാമത്തെ ദിവസമാണ്. ലെഗും കഴിഞ്ഞു, ചെസ്റ്റും കഴിഞ്ഞു. ലെഗിൻ്റെയും ചെസ്റ്റിൻ്റെയും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ 2 ദിവസവും രണ്ട് പല പല പ്രശ്നങ്ങൾ. ബൾക്കിംഗ് നല്ലൊരു ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് 2 ദിവസവും ഓരോ പ്രശ്നങ്ങൾ. ഫസ്റ്റ് എടുത്ത പ്രശ്നം മൊത്തത്തിൽ എൻ്റെ ഭാഗത്തും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിന് ചാർജ് ഇല്ലായിരുന്നു ഫസ്റ്റ് ഡേ. അപ്പോൾ എൻ്റെ മൈക്കിൻ്റെ കേസിന് ഇതില്ല, എൻ്റെ മൈക്ക് കേസില്ല. അപ്പോൾ അതിൽ ചാർജ് നിൽക്കത്തില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അതൊരു മിസ്റ്റേക്കായിരുന്നു, എനിക്കത് ചാർജ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്നലെ, അതായത് ലെഗ് ഡേയുടെ അന്ന് ഇവിടെ നിന്ന് തുള്ളിച്ചാടി പോയതാണ്. വീഡിയോ ഒക്കെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ഇത് പ്ലേസ് ചെയ്തിടാം. ബ്ലാക്ക് പ്രീ വർക്കൗട്ട് എടുക്കണം പോയിട്ട്. ലെഗ് ഡേക്ക് മാത്രമേ പ്രീ വർക്കൗട്ട് എടുക്കുമല്ലോ, അറിയാമല്ലോ. അപ്പോൾ പ്രീ വർക്കൗട്ട് കൂടെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം ഇന്ന് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന്. നമ്മളെ നല്ല വോളിയുണ്ട് വർക്കൗട്ടിന്. തുള്ളിച്ചാടിപ്പോയി. വർക്കൗട്ടിൻ്റെ പകുതിയായപ്പോൾ തന്നെ എൻ്റെ മൈക്ക് ഇതിൽ നിന്ന് ഊരിപ്പോയി, മാഗ്നറ്റിൽ നിന്ന് ഊരിപ്പോയി. ഞാൻ ശ്രദ്ധിച്ചില്ല. 2ാമത്തെ വർക്കൗട്ട് എന്തോ കഴിഞ്ഞപ്പോഴാണ് മൈക്ക് എൻ്റെ ഒരു കയ്യിൽ വന്നു. പക്ഷേ മൈക്കിൻ്റെ മാഗ്നറ്റ് ഒരു കൈ വന്ന് മൈക്ക് കാണുന്നില്ല. അങ്ങനെ 2-2.5 മണിക്കൂർ ഏതൊരു മെഷീൻ്റെ അടിയിൽ, ആ ചെസ് പ്രസ് മെഷീൻ്റെ അടിയിലോട്ട് വീണ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം നോക്കി കിട്ടിയില്ല. പിന്നെ കുറേ നോക്കിയപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ കുറേ സമയം പോയി. അപ്പോൾ മൈക്ക് പോയതിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു. ആ ഒരു മൈൻഡ് പോയി. ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് വന്നതിൻ്റെ മൈൻഡ് പോയി. അപ്പോൾ ലെഗ് ഡേയും അങ്ങനെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കിട്ടി കേട്ടോ മൈക്ക്. ഒരു 1-1.5 മണിക്കൂർ തപ്പിയപ്പോഴാണ് കിട്ടി. അപ്പോൾ വർക്കൗട്ട് നല്ല രീതിയിൽ അത് മുണ്ടിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഇന്ന് 3ാമത്തെ ദിവസം ഞാൻ പറഞ്ഞത്. ബൾക്കിംഗ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ബൾക്കിംഗ് ഡയറ്റ് ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം ഡയറ്റ് ഞാൻ ഓൾറെഡി എഴുതി. ഞാൻ കഴിഞ്ഞ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പറഞ്ഞില്ല, എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ബൾക്കിംഗ് ഡയറ്റ് ഞാൻ ഈ വീക്ക് അവസാനം, അതായത് 3 or 4 ഡേയ്സിനകം സ്റ്റാർട്ട് ചെയ്യും. ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട്. പൊതുവെ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരു ഡയറ്റ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഡയറ്റ് സ്വിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ചീറ്റ് മീൽസ്, ഒരു മീൽ എടുക്കേണ്ടതിന് പകരം ഒരു ഫുൾ ഡേ ചീറ്റ് ചെയ്യുക. ഇതെല്ലാം മെറ്റബോളിക് സ്ട്രെസ്സിന് ഒരു മെറ്റബോളിക് സ്ട്രെസ്സ് ബോഡി കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു പാത്ത് ഫോളോ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ഗ്രാജുവൽ ഡയറ്റ് ചേഞ്ചിലോട്ട് എപ്പോഴും പോകേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ബെറ്റർ നമ്മൾ ഒരു ഡയറ്റിൽ നിന്ന് മറ്റേ ഡയറ്റിൽ സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രാജുവലി ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ കറൻ്റ്ലി കട്ട് ചെയ്തുകൊണ്ടിരുന്ന ഡയറ്റ് തന്നെ ജസ്റ്റ് സർപ്ലസ് ആക്കി. അതായത് 1800 കാലറീസിൽ നിന്ന് 2000 ആക്കിയിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ഗോൾ എന്ന് പറയുമ്പോൾ 2400 കാലറി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അതാണ് മെയിൻ കാരണം. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയ ഡയറ്റ് ഈ ഒരു വീക്ക് അവസാനം തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 months ലോങ്. അപ്പോൾ കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇനി സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോകാൻ ലേറ്റാവും. ഇന്ന് ബാക്ക് ഡേ ആണ്. എന്നാലും അത്ര എക്സൈറ്റ്മെൻറ്റ് ഇല്ല ആക്ച്വലി. ചെസ്റ്റും ബാക്കിൽ ട്രൈസെപ്സ് വർക്കൗട്ടും പിന്നെ ചില വർക്കൗട്ടും ഞാൻ കുറച്ചൊന്ന് വോളിയം കൂട്ടി. അതർ വർക്കൗട്ടെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. വലിയ ചേഞ്ച് വരുന്നില്ല. എനിക്ക് റിസൾട്ടുള്ള വർക്കൗട്ടെല്ലാം ഞാൻ അതേപോലെ വെച്ചിട്ട് എപ്പോഴും ബെറ്റർ അത് തന്നെ ആയിരിക്കും. റിസൾട്ടുള്ള വർക്കൗട്ടെല്ലാം ഞാൻ അതേപോലെ വെച്ചിട്ട് കുറച്ച് വീക്കായിട്ടുള്ള ബോഡി പാർട്സിന് കുറച്ച് വോളിയം കൂട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ ബൾക്ക് ആയതുകൊണ്ട് തന്നെ വലിയ ടയർഡ്നെസ്സും ഇല്ല. ഇന്നലെ മെനിങ്ങാന്നൊക്കെ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. ലെഗ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷെ അങ്ങനെ അപ്പോൾ
ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇന്നില്ല. കുഴപ്പമില്ല. ഇന്നലെ ഒരു ട്രാവലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഉറക്കക്കുറവുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പോയൊരു കോഫി കുടിക്കുമ്പോൾ അത് പക്ക ഓണാവും. അപ്പോൾ നല്ല ലേറ്റായി ഇനിയും. When she see the motion, yeah, yeah. No one does it better. Body curving, how she swerving like a traveler. We can have a party in the favela. Body curving, how she swerving like a traveler. We can have a party in the da 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 when she see the motion, yeah, yeah. No one does it better. Body curving, how she swerving like a traveler. We can have a party in the favela. Body curving, how she swerving like a traveler. We can have a party in the da 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 ഇന്നലെ ചെയ്ത ഫോറോംസ് നല്ല പെയിനുണ്ട്. പറഞ്ഞു വരുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും പെയിനുണ്ട്. ടവലില്ല, എന്താ പറയുക, പോയി ചെറിയ ടവലിന്റെ പ്രശ്നമാണ്. എന്താ പറയുക, പോയി ഫസ്റ്റ് വർക്കൗട്ട് തന്നെ ലാറ്റ് എടുക്കണ്ടായിരുന്നു കേട്ടാ. ഫസ്റ്റ് വർക്കൗട്ട് തന്നെ ലാറ്റ് ഫുൾ ഓൺ എടുക്കണ്ടായിരുന്നു. വീക്കായി. എനിക്ക് മിഡ് ഡ്രോയിങ് ഉണ്ട്. മിഡ് ഡ്രോയിങ് സെൻസ് അപ്പോൾ ലാറ്റ്സ് ഉണ്ട്. അത് ചെയ്താൽ പോകുന്നുണ്ടോ ഡൗട്ടാണ്. എനിക്ക് 2 മിനിറ്റേക്ക് റെസ്റ്റ് എടുത്താലേ കറക്റ്റ് കിട്ടൂ. ഇനി ഒരു 3 റെപ്പ് മാത്രം ചെസ്റ്റിൻ്റെ അവിടെ ടച്ച് ആകുന്നു തോന്നുന്നു. ഓവർ വെയിറ്റ് ആയിരുന്നു. വെയിറ്റ് ഇത്ര ഇടണ്ടായിരുന്നു. എനിക്ക് പോകുന്ന വെയിറ്റ് ആണെങ്കിൽ കൂടെ ഞാൻ ചുമ്മാ വെയിറ്റ് കൂട്ടി ആക്ച്വലി ഒരു 2 പിന്നെ കുറച്ചിട്ടാൽ മതിയായിരുന്നു. കോഫി കുടിച്ചിട്ട് ഉറങ്ങി ക്ഷീണം മാറിയില്ല.
കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്ത സമയത്ത് ബെൽറ്റ് ഇടാതെയാണ് ചെയ്തത്. ഒന്ന് ബെൽറ്റ് ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം, കുറച്ചുകൂടെ വെയിറ്റ് പോയാലോ. അങ്ങനെ വെയിറ്റ് പോകില്ല, അത് വേറെ കേസ്. മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ എല്ലാം പ്രധാനം. വെയിറ്റ് കുറച്ചിട്ടാണെന്ന് ഫീൽ ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. വെയിറ്റ് ഈ വർക്കൗട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യണത്. അതുകൊണ്ട് തന്നെ കട്ടിങ് സമയത്ത് ചെയ്തേക്കാളും ഒരു 5 കിലോ 2 പേരിലും കുറച്ചിട്ടാണ് ചെയ്തത്. കിട്ടുന്നുണ്ട് വേറെ പ്രാവശ്യം ഈ വർക്കൗട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് മാക്സിമം ഇതിന് ഔട്ട്പുട്ട് എനിക്ക് മിൽക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. ബെൽറ്റ് ഇട്ടപ്പോൾ ചെറിയൊരു പ്ലസീബോ ഇഫക്റ്റ് ഉണ്ട്. എനിവേ ഇറ്റ്സ് ഹെൽപ്പിങ് മീ. കോമഡി ലീനിയർ റോഡ് മെഷീനിൽ ബെൽറ്റ് ഇട്ടുകൊണ്ട് കയറുന്നത്. ലീനിയർ മെഷീനിൽ സ്ട്രാപ്പ് ബെൽറ്റ് ബഹളം തന്നെ ഇവിടെ. ശരിയായി 7 റെപ്പോ 6 റെപ്പോ വന്ന് ഫുള്ള്, ബാക്കി 2 പാർഷ്യലാണ്. അതിൽ നിന്ന് 1 റെപ്പ് അനങ്ങുന്നില്ല. എന്താവസ്ഥ എന്ന് ആലോചിച്ചത്. 2 കിലോ 2 സൈഡിൽ നിന്ന് 5 വെച്ച് കുറച്ചതാണ്, എന്നിട്ടും അനങ്ങുന്നില്ല. മറ്റേ എന്തോ പറയാമൊന്നും വലിയ ഫിറ്റീഗൊന്നുമില്ല, എന്നാലും അത് മതി. അപ്പോൾ ഫോമും കറക്റ്റാവും. വർക്കൗട്ട് ചെയ്യണേന് എങ്ങനെയൊന്നും സെറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചധികം നേരം ഡ്രസ് എടുത്തേട്ടാ. നല്ല ടൈം ലേറ്റ് ആയി ഞാൻ, കാരണം കുറച്ച് അധികം നേരം റെസ്റ്റ് എടുക്കുക. ജിമ്മ് തിരക്കില്ലാത്തതുകൊണ്ട് പീസാണ് കേട്ടോ. കളിച്ച് നിൽക്കാൻ കളിച്ച് നിന്ന സമയം ആണല്ലോ, എന്നാലും ലാഗ് അടുപ്പിക്കണ്ട.
ടവല് മാരണം, പുല്ല് എങ്ങനെ ചെറുതായി പോയി. ആ ഡെഡ് കേട്ടോ, ആ കറക്റ്റ് കിട്ടി, സെറ്റായിട്ട് 10-11 ട്രിപ്പ് കറക്റ്റായിട്ട് പോയിട്ട് 12 ട്രിപ്പാണ് ഫുള്ള് ഫെയിലായത്. ഡെഡ് വെള്ളം കുടിച്ചിട്ട് കഴിഞ്ഞ നമ്പർ വീട്ടിൽ പോയി കേട്ടോ. ഞാൻ പറഞ്ഞു പെട്ടെന്നാണ് ഫെയിലായത്. ഇതിൽ സ്ട്രാപ്പ് ഇടാൻ പറ്റുന്ന അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ സ്ട്രാപ്പ് വന്നപ്പോൾ സ്ട്രാപ്പ് ഇല്ലാതെ ഒരു വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലെന്നായി. മുണ്ടി കേസ് തന്നെയല്ലേ. പക്ഷെ എനിക്ക് 3-4 മാസം മുമ്പ് ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു, മറ്റേ ടെന്നീസ് എൽബോ, ചെറിയൊരു ആരംഭം. ഞാൻ പിന്നെ സ്ട്രാപ്പൊക്കെ ഇട്ടാണ് സെറ്റ് ചെയ്തത്. അതിനുശേഷം സൈഡ് ലാറ്ററൽസ് എന്ന് വേണ്ട എല്ലാ വർക്കൗട്ടും ഞാൻ ലെഗ് എക്സ്റ്റൻഷൻസ് വരെ സ്ട്രാപ്പ് ഇടും. ഈ സ്ട്രാപ്പ് ഇടാൻ പറ്റൂല, അഡ്ജസ്റ്റ് ചെയ്താണ് കയറ്റുന്നത്. ടീക്കി 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 പോയില്ല കേട്ടോ ഇറക്കണം. ഒരാവശ്യമില്ല വെയിറ്റ് കൂട്ടേണ്ട. 60 നിന്ന് ഡയറക്റ്റ് 80 ചാടി ആവശ്യമില്ലായിരുന്നു. അടുത്തൊരു വെയിറ്റ് കുറച്ച് ചെയ്യാൻ. എന്തോ പറയാൻ വന്ന് സോണായിട്ട് പോയിപ്പോയി. എന്ത് കേസ്. അത് കിട്ടി കേട്ടോ. ശരിക്കും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ബെൻഡായിട്ട് ഇങ്ങനെ വലിക്കുന്നതിന് പകരം ജസ്റ്റ് സ്കാപ്പിൽ മാത്രം റിട്രാക്ട് ചെയ്താൽ അടിപൊളിയായിട്ട് കിട്ടും. പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഒരു 5-6 പോകുമ്പോഴത്തേക്കും ഫെയിൽ ആവാറുണ്ട്. ഫുൾ ബോഡി ട്വിസ്റ്റ് ചെയ്യും. പക്ഷെ മാക്സിമം ഇനി അങ്ങനെ എരിയും ചെയ്യണം, കാരണം എൻ്റെ റിയർ ഡെൽറ്റ് ഭയങ്കര വീക്കാണ്.
ഇപ്പം സൈഡിൽ സൗണ്ട് കൂടുതൽ ചെയ്യുന്നു തോന്നുന്നു. എണ്ണീര ഷിറ്റ്. ഇടത്തെ കയ്യിൽ 10, വലത്തെ കയ്യിൽ 8 ചെയ്തോളൂ തോന്നുന്നു. IOC അടുത്ത പ്രാവശ്യം നമ്മളിത്ര കാണിച്ചു. ഇടത്തെ കയ്യിൽ 10, വലത്തെ കയ്യിൽ 8 ചെയ്തോളൂ. കഴിഞ്ഞ പ്രാവശ്യം എണ്ണം ചെയ്തു സീൻ. ഫോം ചെയ്യണ വർക്കൗട്ട് എണ്ണം തെറ്റിക്കുന്നതാണ് ഏറ്റവും സീനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഇടത്തേക്ക് വേണോ വലത്തേക്ക് വേണോ അതും ചെയ്താൽ കുഴപ്പമില്ല. അതിന് ചെയ്യാം. ഇതാണ് എൻ്റെ പ്രശ്നം. കണക്കില്ല, കണക്ക് തെറ്റിക്കും. ചേട്ടന് 7 റബി പോളൂ. അതിന് റെസ്റ്റ് എടുത്തിട്ടേ കാര്യമുള്ളൂ. യൂണിലാറ്ററൽ എക്സസൈസ് ആണെങ്കിലും ടയർഡായി, നല്ല രീതിയിൽ കാടി ഫെയിലായി. 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നെങ്കിൽ സുഖമായിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ, ഞാൻ വീണ്ടും റെസ്റ്റ് എടുത്തിരുന്നെങ്കിൽ പ്രോപ്പറായിട്ട് കുറച്ചുകൂടെ പോകണം.
വെയിറ്റും കുറവായിരുന്നു. ഈ ബാറ് ഞാൻ ബെഞ്ചിട്ട് ശരിയായില്ല. ബാക്കിലോട്ടൊരു ടെൻഡൻസി ഉണ്ട്. ബാറിൽ പുഷ് ചെയ്യണ സമയത്ത് അകത്തോട്ട് ലോക്ക് വീഴാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് ശരിയായില്ല. ബെഞ്ച് തിരിച്ചിടേണ്ടി വരും. കിട്ടണുണ്ടോ? ഓക്കെ ഓക്കെ. ഫീലായി ഫീലായി കേട്ടോ. ഞാൻ ക്ലോസ് ഗ്രിപ്പ് ട്രൈസെപ്പ് പുഷ് കൊണ്ടാണ് ഉദ്ദേശിച്ചത്. സ്കൈ ക്രഷർ ആയെന്ന് രണ്ടിൻ്റെ ഒരു ഹൈബ്രിഡ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറേ നാളായി വർക്കൗട്ട് ട്രൈ ചെയ്തിട്ട്. ഞാൻ വിചാരിച്ച് വെയിറ്റ് ജസ്റ്റ് ഒന്ന് കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ. ഫീല് ബാക്കിൽ നോക്കണ. ഫീലടി ഫീല് ഫീല്. ഓ
അവസാന ട്രിപ്പ് വേസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവസാന ട്രിപ്പ് വേസ്റ്റ് ആയിരുന്നു. കുഴപ്പമില്ല, എന്തോ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ റെപ്പ് വേസ്റ്റ് സെൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. സെൻസ് എന്ന് വെച്ചാൽ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പോയില്ല, പക്ഷെ സ്റ്റിൽ ഷീ സപ്പോർട്ടഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഐ ഹാവ് ടു പുഷ് ഇറ്റ്. അവന് നെഗറ്റീവ് ആണെങ്കിൽ അവസാനത്തെ റെപ്പ് ഞാൻ പുഷ് ചെയ്തതെങ്കിലും അവൻ ഹോൾഡ് ചെയ്തു. അതുകൊണ്ട് ഹോൾഡ് ചെയ്ത് മാത്രം എനിക്ക് പുഷ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ട് കിട്ടി. എന്നാലും ഞാനല്ല പുഷ് ചെയ്യപ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട്. ബോഡി കണ്ടീഷൻ ഒന്ന് കാണിക്കാൻ പറ്റുമോ ഞാൻ വീട്ടിൽ പോയിട്ട്? ഡാർക്ക് ബാഗ് മാറിപ്പോയി. അയ്യോ, നോക്കിയ ഒരേ ബാഗ് ലോക്കർ മാറിപ്പോയി. തുറന്നപ്പോൾ യൂട്രാബയുടെ വലിയ 2 ക്രിയാറ്റ്. ഇപ്പോഴാണ് മനസ്സിലായത് ബാഗ് എന്ത് വ്യത്യാസമുണ്ടല്ലോ. എൻ്റെ ന്യൂട്രബയുടെ ക്രിയാറ്റിനുണ്ട്, പക്ഷെ പ്ലേ ബോർഡാണ് എൻ്റെ കാണിച്ചത്. എൻ്റെ ഒരു ക്രീമിൻ്റെ ബോർഡിൽ കിടപ്പുണ്ട്. എൻ്റെ ആയിരിക്കും സീൻ. ഒരേ ബാഗ് കൊണ്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ജിമ്മിൽ വന്നിട്ട് കുറച്ച് നേരമായി. ഇവിടെ ഇപ്പോൾ അല്ല വിളിച്ചോണ്ട് കേട്ടോ, അതുകൊണ്ട് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എന്നാൽ ലൈറ്റ് ഇട്ട് ഞാൻ ഒന്ന് എടുത്ത് നോക്കാം ബോഡി കണ്ടീഷൻ എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞൂടാ. ഒരു സെക്കൻഡ്. ഈ ലൈറ്റ് കൂടെ പോയി കഴിഞ്ഞാൽ ഇതും കൂടെ ഡാർക്കാക്കി ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് കൂടെ ഡാർക്കാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സെറ്റ് ആവുന്നു. ഇന്ന് വെയിറ്റ് ഇരിക്കാൻ മറന്നുപോയി. ഇവിടെ ഭയങ്കര ലൈറ്റാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ ഒന്ന് ഡിമ്മാക്കിയിട്ട് പറ്റുമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കൂടെ ഒന്ന് കുറയ്ക്കണം, അപ്പോൾ കുറച്ചുകൂടെ കറക്റ്റ്. ഓക്കെ, ഇപ്പം ഐ തിങ്ക് എനിക്ക് 67 സംതിങ് 67-68 എന്തോ ആണ് എൻ്റെ വെയിറ്റ്. അതിൽ നിന്ന് ഒരു 72 അതും ലീനായിട്ട് കയറ്റാൻ പറ്റുമെന്നുള്ളൊരു മിഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റാണ് ഞാൻ നോക്കണത്. അപ്പോൾ ChatGPT പറയുന്ന പ്രകാരം ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും, പക്ഷേ നോക്കണം മാക്സിമം അത് എത്രത്തോളം ഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 72 kgs ഒക്കെ ഈസി ആയിട്ട് ലീൻ ചെയ്യാൻ പറ്റുമെന്നാണ് ChatGPT പറയുന്നത്. എങ്ങനെ പോയാലും 70 kgs ഒക്കെ ഈസി ആയിട്ട് ലീൻ മസിൽ മാസ് മാത്രം വയ്ക്കും. പിന്നെ ഞാൻ കഴിക്കുന്ന അനുസരിച്ചിരിക്കും, ഡയറ്റ് എത്രത്തോളം സ്ട്രിക്റ്റ് ആവുന്ന അനുസരിച്ചിരിക്കും, വേറെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല.